ഇത് രാമകൃഷ്ണേട്ടൻ കോഴിക്കോട് മാറാട് ബീച്ച് അന്തോണിപ്പറമ്പ് എന്നുള്ള വീട്ടിലുള്ളതാണ്. 67 വയസ്സായി. അദ്ദേഹം ഇന്ന് മരണപ്പെട്ടു. കുടുംബങ്ങളുണ്ടായിട്ടും ഞങ്ങൾ അറിയിച്ചിട്ടും ഒരു രക്തബന്ധങ്ങളും തിരിഞ്ഞു നോക്കാത്തൊരു മനുഷ്യനായി. ഏതോ കാലത്ത് സൗന്ദര്യപ്പണക്കായി വേറുപിരിഞ്ഞ ഭാര്യ പലവട്ടം വരാൻ സാധിച്ചു. പിന്നെയും ക്രിട്ടിക്കൽ സ്റ്റേജായിട്ട് നമ്മൾ കുടുംബത്തിനെ അറിയിച്ചിട്ട് വെന്ന് നോക്കിയില്ല. സുഹൃത്തുക്കളെ, നമുക്കുണ്ട് മരണം. പക്ഷെ ഒരുപാട് സ്ത്രീകൾക്ക് മാതൃകയായി ഇദ്ദേഹത്തിൻ്റെ ഭാര്യ. അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതവർ ചെയ്ത്. ആദ്യം തന്നെ കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തത്. അവിടുന്ന് ക്രിട്ടിക്കലായിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് ആക്കി. മെഡിക്കൽ കോളേജിലാക്കിയതിൻ്റെ ശേഷം നമ്മൾ പോയി അറിയിച്ച് വീട്ടിൽ സ്റ്റേഷനിൽ പറഞ്ഞ് അവിടുത്തെ കൗൺസിലറിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരറിയിക്കാനും അവിടെ കുടുംബങ്ങളോട് പോകാൻ പറയാനൊന്നും പറഞ്ഞിട്ട് ആരും തന്നെ വന്നില്ല. പറയാൻ ഒത്തിരിയുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരുപാട് അലിഞ്ഞു തിരിഞ്ഞ ഒരു മനുഷ്യനാണ്. ആശ്വാസം ഒരൊറ്റൊന്നുള്ളൂ, തെരുവിൽ കിടന്ന് ഇദ്ദേഹം മരിച്ചിട്ടില്ല. ഭാര്യ വാടകയ്ക്ക്, അതായത് കോളേജിൽ നിന്നും ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജായി. അങ്ങനെ പാലിയേറ്റീവിലേക്ക് ആക്കി. പാലിയേറ്റീവ് എന്ന് പറഞ്ഞ് നിങ്ങൾ കോളേജിലേക്ക് കൊണ്ടുപോവാം അല്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോവാം. വീട്ടിലേക്ക് പറഞ്ഞിട്ടൊരു മറുപടി കിട്ടുന്നില്ല. ആരും തന്നെ മറുപടി തരുന്നില്ല. ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും അറിയിക്കുകയാണ്, നമ്മൾ അങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ന് വെച്ചിട്ട്. അതിനുള്ള മറുപടി കിട്ടിയില്ല. അങ്ങനെ ഭാര്യ പറഞ്ഞ് നമുക്ക് തൽക്കാലം ഒരു വീട് വാടകയ്ക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്കാക്കി. രണ്ടാമത്തെ ദിവസം ഇദ്ദേഹം മരണപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീടെന്ന് പറഞ്ഞ് മാറാട് ബീച്ചിലേക്ക് കൊണ്ടുപോയി. അവരൊക്കെ കാണട്ടെ. ഒരു നോക്ക് അവർ കണ്ട് എല്ലാ ചടങ്ങുകളും ചെയ്യാൻ സാധിച്ചു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഇദ്ദേഹം ആരോടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുക്കണം. നിങ്ങളെക്കൊണ്ട് ആവുന്ന വിധത്തിൽ നോക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്. ഇതാണ് നമ്മളെ വലിയൊരു മേഖല. ആരും ശ്രദ്ധിക്കാത്ത വഴിക്കൂടെ പോയിട്ട് അവിടെയൊക്കെ മനുഷ്യരുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനും വേണ്ടി നോക്കും, കൂടെ നിന്നിട്ട് ഒരു മകൻ്റെ സ്ഥാനത്ത്.